ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ യൂട്യൂബിൽ കൂടി എന്നെ ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നത് 2 രാജാക്കന്മാർ 6:16. അതിനെ അവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ഇത് ആര് പറഞ്ഞതെന്നൊക്കെ നമുക്ക് നന്നായി അറിയാവുന്നതാണ്. മറ്റാരുമല്ല, എലീശ പ്രവാചകനാണ് ഇത് പറഞ്ഞത്. ദൈവത്തിൻ്റെ സ്നേഹിതനായ അഥവാ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായ ഒരു പ്രവാചകനായിരുന്നു എലീശ പ്രവാചകൻ. എലീശ പ്രവാചകൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും എല്ലാം വ്യത്യസ്തമായ രീതിയിലായിരുന്നു. ഏലിയാവ് ഹോരേബിൽ ഗുഹയ്ക്കുള്ളിൽ പാർത്ത സമയത്ത് യഹോവ ചോദിച്ചു, നിനക്കിവിടെ എന്താണ് കാര്യം? നിനക്കിനിയും നിയോഗങ്ങളുണ്ട്, അതൊക്കെ നടത്തുവാൻ വേണ്ടിയാണ് നിന്നെ ഇനിയും ഞാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും നീ പോയി 2 രാജാക്കന്മാരെ വാഴിക്കേണ്ടതുണ്ട്, അസായേലിനെയും യേഹുവിനെയും. തന്നെയുമല്ല, നിനക്ക് പിൻഗാമിയായിട്ട് ഒരു പ്രവാചകനെ കൂടി അഭിഷേകം ചെയ്യേണ്ടതുണ്ട്. അതാണ് സാഫാത്തിൻ്റെ മകനായ എലീശ. ദൈവശബ്ദം കേൾക്കുവാൻ നമുക്കെയും ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഒരു പക്ഷേ ദൈവശബ്ദം കേട്ടാലും അത് ദൈവശബ്ദം തന്നെയാണോ എന്ന് തിരിച്ചറിയുവാനും ഒരു കൺഫർമേഷന് വേണ്ടി വീണ്ടും മറ്റുള്ളവരിൽ നിന്ന് അത് കേൾക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന് ഏൽപ്പിച്ചു കൊടുക്കുവാനോ ആ നിയോഗപ്രകാരം മുന്നോട്ട് പോകുവാനോ നാം തയ്യാറാണോ? ഇവിടെ എലീശ വാർദ്ധക്യത്തിലെത്തി, തൻ്റെ സമയമൊക്കെയും കഴിയാറായി. എന്നിരുന്നാൽ പോലും യഹോവ തന്നെ ഏൽപ്പിച്ച ആ കാര്യം നിവർത്തിക്കുവാൻ വേണ്ടി വീണ്ടും പോവുകയാണ്, സാഫാത്തിൻ്റെ മകനായ എലീശയെ കണ്ടുപിടിക്കുവാൻ വേണ്ടി. അങ്ങനെ എലീശയുടെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം വളരെ ജോലി തിരക്കിലായിരുന്നു. തൻ്റെ 12 കാള കൂട്ടി ഒഴിവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ്. വളരെ വിശ്വസ്തയോടുകൂടി തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏലിയാവ് കടന്നു ചെല്ലുന്നത്. നമുക്കറിയാം, കർത്താവിനെ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോഴും അവരൊക്കെയും വെറുതെ ഇരിക്കുകയായിരുന്നില്ല. അവർ വെറുതെ കിടന്ന് അല്ലെങ്കിൽ സമയം കളയാൻ വേണ്ടി അവർ വല്ല വിനോദത്തിലേർപ്പെട്ടോ അല്ലെങ്കിൽ അവർ കിടന്നുറങ്ങുകയോ ഒന്നും ചെയ്യുകയായിരുന്നില്ല. അവരെല്ലാം അവരവരുടേതായ ജോലിയിൽ വ്യാപൃതരായിരുന്ന സമയത്താണ് ദൈവവിളി ഉണ്ടായതും ദൈവശബ്ദം കേട്ട് അവർ ദൈവത്തെ അനുഗമിക്കുന്നതും. അതുപോലെ തന്നെ ഇവിടെ എലീശാവും തൻ്റെ ജോലിയിൽ വ്യാപൃതനായ സമയത്താണ് ഏലിയാവിൻ്റെ പുതപ്പ് തൻ്റെ മേൽ വീഴുന്നത്. ആ പുതപ്പിനെ തട്ടിമാറ്റുവാനല്ല, ആ പുതപ്പിൻ്റെ ശരിക്കുമുള്ള വില മനസ്സിലാക്കുവാൻ എലീശയ്ക്ക് കഴിഞ്ഞു. ആ പുതപ്പ് സ്നേഹത്തിൻ്റെ പുതപ്പായിരുന്നു, ദൈവനിയോഗത്തിൻ്റെ പുതപ്പായിരുന്നു, അധികാരത്തിൻ്റെ പുതപ്പായിരുന്നു, ശിഷ്യത്വത്തിൻ്റെ പുതപ്പായിരുന്നു. ആ പുതപ്പ് തൻ്റെ മേൽ വീണത് തികച്ചും അദ്ദേഹത്തിന് മനസ്സിലായി. ഉടനെ തന്നെ ഏലിയാവിൻ്റെ പിന്നാലെ പോകുവാൻ തക്കവണ്ണം തൻ്റെ മാതാവിനെയും പിതാവിനെയും പോയി ഒന്ന് ചുംബിച്ചിട്ട് വരുവാൻ മാത്രം ഒരു സമയം ചോദിച്ചു. എന്നാൽ അതിനുശേഷം വീണ്ടും വന്ന് യാഗം കഴിച്ച് തൻ്റെ ദൈവത്തെ പ്രസാദിപ്പിച്ചതിന് ശേഷമാണ് ഏലിയാവിനോട് പറ്റിച്ചേർന്ന് അദ്ദേഹത്തിന് ശിഷ്യനായി വീണ്ടും മുന്നോട്ടുള്ള ജീവിതം കഴിച്ചത്. അതേ, നമ്മുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേട്ട് ദൈവവിളിക്ക് അനുസൃതമായി നാം നീങ്ങുമ്പോൾ അതിനു മുൻപായി നമ്മെ തന്നെ ഒരു സമർപ്പണ യാഗം കഴിക്കേണ്ടതുണ്ട്. നമ്മെ ഒന്ന് ശോധന ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വിശുദ്ധി എത്രമാത്രമുണ്ട്, ദൈവ നിയോഗപ്രകാരം നാം മുന്നോട്ട് പോകുവാൻ നാം വിശുദ്ധരായിട്ടാണോ ജീവിക്കുന്നത് എന്നൊക്കെ നാം തന്നെ ഒന്ന് ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ സമർപ്പണ പ്രാർത്ഥനയോട് കൂടി വേണം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അടുത്ത ജോലിയിലേക്ക് പ്രവേശിപ്പാൻ. ഇവിടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത് ഏലീശയുടെ 3 പ്രാർത്ഥനകളാണ്. അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ചരിത്ര കഥകളൊക്കെയും അറിയാവുന്നതാണ്. സിറിയ രാജാവ് ഇസ്രയേലിനെ ആക്രമിക്കുവാനും എപ്പോഴും അവരെ നശിപ്പിക്കുവാനും യുദ്ധസന്നാഹനായി നടക്കുന്ന സമയങ്ങളാണ്. എന്നാൽ അതിനൊക്കെയും വിരോധമായിട്ട് എവിടെയൊക്കെ താൻ പാളയമിറങ്ങി ഇസ്രയേലിനെ നശിപ്പിക്കണം എന്നാഗ്രഹിച്ചു, അല്ലെ ഇസ്രയേലുമായി യുദ്ധം ചെയ്ത് അവരെ നശിപ്പിക്കണം, തോൽപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു, അതൊക്കെയും നടക്കാതെ പോകുന്നു എന്നുള്ള ഒരു വേദന ആ സിറിയ രാജാവിനുണ്ടായി. കാരണം തൻ്റെ ഈ ഓരോ പ്ലാനുകളും പദ്ധതികളും എങ്ങനെയോ ചോർന്ന് ഇസ്രയേൽ സൈന്യങ്ങൾ അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഈ ശമറിയ രാജാവ് ചോദിക്കുകയാണ്, ആരാണ് നമ്മുടെ കൂടെയുള്ള ചാരൻ? സാധാരണ രീതിയിലാണല്ലോ കൂട്ടത്തിൽ നടക്കുന്നവർ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം അവർ നമ്മുടെ ഈ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കുന്ന എന്ന ഒരു ചിന്തയോടുകൂടി അദ്ദേഹം തൻ്റെ സൈന്യത്തോട് ചോദിച്ചു. അദ്ദേഹം തൻ്റെ എല്ലാ ആൾക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് അവരോട് ചോദിച്ചു, ആരാണ് നമ്മിൽ ഈ കാര്യങ്ങളൊക്കെയും അവരുടെ കാതുകളിൽ എത്തിക്കുന്നയാൾ? അപ്പോൾ പക്ഷേ അവർക്കത് അറിവുണ്ടായിരുന്നു. അവർ പറയുകയാണ്,
ഞങ്ങളാരുമല്ല, ഇതൊന്നും ഞങ്ങളല്ല പറയുന്നത്. എന്നാൽ ഏലിശ എന്നൊരു പ്രവാചകനുണ്ട്, അദ്ദേഹമാണ് ഈ ഇസ്രയേലിനെ എല്ലാ വിവരങ്ങളും അറിയിക്കുന്നതും. അപ്രകാരമാണ് ഇസ്രയേൽ ഓരോ നീക്കവും ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഉടനെ അറിയണം എവിടെയാണ് ഈ ഏലിശ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ദോഥാനിലാണെന്നും അതിനുവേണ്ടിയാണ് തൻ്റെ സൈന്യത്തെ സന്നാഹത്തോട് സകല സന്നാഹങ്ങളോടും കൂടി അവരെ പിടിക്കുവാൻ വേണ്ടി അയച്ചത്. ആ സൈന്യത്തെ കണ്ടിട്ടാണ് എലീശയുടെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഈ സൈന്യത്തെ കണ്ടിട്ട് അവൻ പരിഭ്രാന്തനായി. എന്ത് ചെയ്യും ഒന്നും അറിയാതെ അവൻ വിഷമിച്ചു പോയി. ഇപ്പോൾ തന്നെ നാം പിടിക്കപ്പെടും, നാം എന്തിനും ചെയ്യുമെന്നുള്ളത് നമുക്ക് ഒന്നും പറയുവാൻ സാധിക്കില്ല. അപ്രകാരം ആ ഭാരത്തോടു കൂടി വേഗം പോയി തൻ്റെ യജമാനോട് പറഞ്ഞു, യജമാനെ നാം എന്തിനും ചെയ്യേണ്ടു, നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. നോക്കിക്കേ, അവർ നമുക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുകയാണ്, നമ്മെ അവർ ഇപ്പോൾ തന്നെ നശിപ്പിക്കും, നമ്മളെ ഇപ്പോൾ തന്നെ പിടിച്ചുകൊണ്ട് പോകും. എന്നാൽ അവൻ്റെ വാക്കുകൾ കേട്ട ഉടനെ പ്രവാചകൻ്റെ ആ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നമുക്കാണെങ്കിൽ ഒരു ഭീതിപ്പെടുത്തുന്ന അവസ്ഥ അല്ലേ നമുക്ക് ചുറ്റും. ഒന്നും വേണ്ട, ഒരു ചെറിയ ഒരാൾ അല്ലെ ഒരു പോലീസുകാരൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു അങ്കലാപ്പ. അയ്യോ, ആരായിരിക്കും, എന്തിനാ, നമ്മളൊന്നും ചെയ്തില്ല, ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും എന്തിനായിരിക്കും എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി നാം ഭാരപ്പെട്ടിരിക്കും. എന്നാൽ ഇവിടെ ആ ശിഷ്യൻ വന്ന് പറഞ്ഞിട്ടും എലീശ കുലുങ്ങിയില്ല. കാരണം തനിക്കറിയാമായിരുന്നു തന്മേലുള്ള ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവം നമ്മെ പരിപാലിക്കും. തന്നെയുമല്ല, ഏലിയാവിനെ എടുക്കപ്പെട്ട വേളയിൽ അദ്ദേഹത്തിന് ലഭിച്ചത് ഏലിയാവിൻ്റെ ഇരട്ടി ആത്മാവാണ്. ഇതുകൊണ്ട് ദൈവം എന്നെ പരിപാലിക്കുന്നുണ്ട് എന്നുള്ള ഒരു നിശ്ചയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു ഭയപ്പാട് തോന്നിയില്ല. അദ്ദേഹം തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു, തനിക്ക് ചുറ്റും വലിയൊരു അഗ്നിമയമായ രഥങ്ങളും തേരുകളും എല്ലാം ഉണ്ട്, എന്നെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം അയച്ചതാണ് എന്ന് കണ്ടിട്ടാണ് പറയുന്നത്, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരേക്കാൾ വലിയവരാണ് എന്ന്. അന്നേരം എലീശ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, യഹോവേ, ഇത് കാണുവാൻ തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ. ആർക്കു വേണ്ടിയാണ്? ആ ബാല്യക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇവൻ ഇത് കാണുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ അവൻ ഭയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ ഒരു ചെറിയ പ്രാർത്ഥന, വെറും ചെറിയൊരു പ്രാർത്ഥന, ദീർഘമേറിയ സമയമോ അല്ലെ ദീർഘമേറിയ ഭാഷകളിലോ അല്ലെ ആ ഭാഷാ പരിജ്ഞാനത്തിലോ ഒന്നും അല്ല പ്രാർത്ഥിച്ചത്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ദൈവം അത് കേട്ടു, അതിനുത്തരമരുളി. അവൻ്റെ കണ്ണുകളെ തുറന്നു. എവിടെയാണ്? അവൻ്റെ ആത്മീയ കണ്ണുകളെ തുറന്നപ്പോൾ അവനെ കാണുവാൻ കഴിഞ്ഞു. നമുക്ക് ചുറ്റും ഒരു വലിയൊരു സൈന്യമുണ്ട്, നമ്മെ പരിപാലിക്കുവാൻ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഒരു സൈന്യമുണ്ട് എന്ന് അവൻ കാണുവാൻ സാധിച്ചു. അങ്ങനെയാണ് അവൻ വിശ്വാസത്തിൽ വീണ്ടും ഉറച്ചു നിന്നത്. ഇവിടെ അവൻ്റെ ആ ആത്മാവ്, അവനിലുണ്ടായിരുന്ന ആത്മാവ് കൊണ്ടാണ് എലീശയ്ക്ക് ഇതൊക്കെയും ചെയ്യുവാൻ കഴിഞ്ഞത്. അത് പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി നമ്മിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആ പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയൊക്കെയും തരണം ചെയ്യുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമുക്കറിയാവുന്നതാണല്ലോ, ഒരു ചെറിയ മനുഷ്യൻ്റെ കണ്ണിന് പോലും കാണാൻ മേലാത്ത ഒരു വൈറസ് ലോകത്തെ ആകമാനം മാറ്റിമറിച്ചില്ലേ ആ കോവിഡ് സമയങ്ങളിലൊക്കെ. നമ്മളൊന്ന് ചിന്തിച്ചാൽ എത്ര അത്ഭുതകരമായിട്ട് അതിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു വരുവാൻ കഴിഞ്ഞത്. അങ്ങനെയൊരു സിറ്റുവേഷൻ. അപ്പോൾ കാണാൻ മേലാത്ത ഒരു വൈറസിനെ കണ്ട് നാം ഭയപ്പെട്ട് പേടിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ കാണുന്ന വലിയൊരു സൈന്യത്തെ എങ്ങനെ പേടിക്കാതിരിക്കും? നേരിട്ട് നമുക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന സൈന്യത്തെ കണ്ടാൽ ആരാണ് ഭയപ്പെട്ടു പോകാത്തത്? എന്നാൽ നിൻ്റെ ഒരു വശത്ത് 1000 പേരും വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അവർ നിന്നോട് അടുത്ത് വരികയില്ല എന്നുള്ള ആ വിശ്വാസം എലീശയ്ക്കുണ്ടായിരുന്നു. അതുമൂലം അവൻ അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തി. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അതെ, രണ്ടാമത്തെ പ്രാർത്ഥനയാണ്. ആ ചുറ്റും നിൽക്കുന്ന സൈന്യത്തോട് യുദ്ധം ചെയ്യുവാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഓടിയൊളിക്കുവാനോ ഒന്നും എലീശ ശ്രമിച്ചില്ല. എന്നാൽ അവിടെയും വീണ്ടും രണ്ടാമത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ. ഇതേ പ്രാർത്ഥിച്ചുള്ളൂ, ഈ ജാതിയെ ഒന്ന് അന്ധത പിടിപ്പിക്കണമേ. അതും അപ്രകാരം സംഭവിച്ചു. നമുക്കറിയാം, പ്രാർത്ഥന വിസ്മയം സൃഷ്ടിക്കുന്നതാണ്. നാം ഓരോരുത്തരും പ്രാർത്ഥന വീരന്മാരായിരിക്കണം. അത് നമുക്ക് വേണ്ടി തന്നെയുള്ള പ്രാർത്ഥനയല്ല, അത് നമ്മൾ എല്ലാവർക്കും വേണ്ടി, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, നമ്മൾ അറിയപ്പെടുന്നവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കണം. അത് വെറുതെയുള്ള പ്രാർത്ഥനയായി അല്ലെങ്കിൽ വെറുതെ അവരെ കേൾപ്പിക്കുവാനോ അല്ലെ അവരിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള ഇച്ഛ കൊണ്ടോ ഒന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണർന്നു വരുന്ന പ്രാർത്ഥനയായിരിക്കണം. എങ്കിൽ മാത്രമേ അതിന് ഫലം വരികയുള്ളൂ, എങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ അത് ആക്സെപ്റ്റഡ് ആകുകയുള്ളൂ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ ദൈവത്തിൻ്റെ വിശ്വസ്തത അവരുടെ കണ്ണുകളെയെല്ലാം അന്ധത ബാധിപ്പിച്ചു.
അവർ തപ്പിത്തടയാൻ തുടങ്ങി. അവർക്ക് നിവൃത്തിയില്ല, ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ നിന്നു. അപ്പോൾ എലീശ പറഞ്ഞു, ഇല്ല, നിങ്ങൾ പരിഭ്രമിക്കേണ്ട, നിങ്ങൾ അന്വേഷിക്കുന്ന ആളിൻ്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടാണ് അവരെ നയിച്ചുകൊണ്ട് 14 മൈൽ അകലെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അവസാനം അവരെയും കൂട്ടി അവിടേക്ക് പോയി കഴിഞ്ഞു. അവിടെ അടുത്തും അവിടെ ചെന്നപ്പോൾ ആ സ്ഥലത്തോട്ട്, അത് ചെറിയൊരു ദൗത്യമൊന്നും ആയിരുന്നില്ല. കാര്യം ഇത്രയും മനുഷ്യരെയും കൂട്ടിക്കൊണ്ട് വേണ്ടേ പോകാൻ. അവരെ കൊണ്ടുപോയ സ്ഥലം എവിടെയാണ്? ആ സമറിയയുടെ നടുവിൽ. സമറിയയിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി. സമറിയയുടെ നടുവിലെത്തി. അവരുടെ നടുവിൽ കൊണ്ടുവന്ന ശേഷം വീണ്ടും 3ാമത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അതും അവരുടെ കണ്ണുകളെ തുറക്കണമേ. വീണ്ടും ഇവർ കണ്ണുകളെ തുറന്നപ്പോൾ എന്താണ് കാഴ്ച കാണുന്നത്? ഞങ്ങൾ ആരെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചു അതിനുവേണ്ടി വന്നുവോ, അവരുടെ നടുവിൽ പിടിക്കപ്പെട്ടവരെ പോലെ അവർ ആയിത്തീർന്നു. അവർക്ക് പരിഭ്രമമായി. എന്ത് ചെയ്യും? ഇനിയിപ്പോൾ രക്ഷയില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ രാജാവ് ചോദിക്കുകയാണ്, എന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടിയില്ലേ നമ്മുടെ ശത്രുവിനെ, ഞങ്ങൾ ഇവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ എലീശ പ്രവാചകൻ പറഞ്ഞു, ഇല്ല, അരുതേ. നമ്മുടെ ശത്രുക്കളെ അങ്ങനെ ചെയ്യുവാനല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും നിങ്ങളവരെ വെട്ടിക്കളയരുത്. അവർക്ക് ഭക്ഷണം കൊടുക്കുക. അതിനുവേണ്ടി അവർ നല്ലൊരു വിരുന്നൊരുക്കി അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് അവരെ മടക്കി അയക്കുന്നത്. അതെ, നമ്മുടെ ശത്രു രക്ഷിക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ അവരുടെ തലമേൽ നീ തീക്കനൽ കുന്നിക്കുമെന്ന് എന്നാണ് വചനം പറയുന്നത്. അങ്ങനെ അവരെ ആ സമയത്ത് അവരെ ശരിക്കും അവർക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെ ചെയ്തു കൊടുത്തിട്ട് അവരെ മടക്കി അയച്ചു. കാര്യം വലിയൊരു ദൂരം ഇനിയും അവർക്ക് മടങ്ങി പോകേണ്ടതുണ്ടല്ലോ. അങ്ങനെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടുകയോ പ്രയാസപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഏതെങ്കിലും വിഷയത്തിന്മേൽ ഭാരപ്പെട്ടിരുന്നാലും നാം ദൈവസന്നിധിയിൽ വന്ന് അല്പസമയം മുട്ടുകുത്തിയാൽ, അല്പസമയം ദൈവത്തോടൊന്ന് പറഞ്ഞാൽ അതൊക്കെയും മാറിപ്പോകാവുന്നതേ ഉള്ളൂ. കാരണം തിരിഹിതമാമണ്ണമുള്ള ഒരു കാര്യത്തിന് ദൈവം തടസ്സം നിൽക്കില്ല. അത് പക്ഷേ ഈ ലോകത്തിൻ്റെ മോടി പിടിപ്പിക്കലിനോ അഹങ്കാരത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനുള്ള ആ ഒരു ശ്രമത്തിനോ ഒന്നും ആയിരിക്കത്തില്ല. അതിനൊന്നും ഒരിക്കലും മറുപടി തരത്തില്ല. എന്നാൽ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന് ഹിതമായ കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്മേൽ മറുപടി തരും. പക്ഷെങ്കിൽ നമ്മുടെ ഉള്ളു തുറന്ന് വേണം നാം പ്രാർത്ഥിക്കുവാൻ. നമ്മുടെ ചിന്താമണ്ഡലത്തെയൊക്കെ അറിയുന്നവൻ, നമ്മെ ശോധന ചെയ്ത് അറിയുന്നവൻ, അവനറിയാം നമ്മുടെ ഉദ്ദേശം എന്താണെന്ന്. അങ്ങനെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ ഏറ്റവും വിശുദ്ധരായിട്ട്, ഏറ്റവും ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് പ്രാപിക്കേണ്ടത് അതിന് പ്രകാരം ദൈവസന്നിധിയിലേക്ക് കൊടുക്കുവാൻ മനസ്സുള്ളവരായിട്ട് വേണം നാം അവൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കേണ്ടത്. എലീശയുടെ ഈ എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി കൊടുത്തു. അത് വെറും ജൽപ്പനങ്ങളായിരുന്നില്ല, അത് ദീർഘമേറിയ പ്രാർത്ഥനയുമായിരുന്നു. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയായിരുന്നു. കാര്യം അദ്ദേഹം ഒരു ദൈവപുരുഷനായിരുന്നു, ദൈവശബ്ദം കേട്ടനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു. പ്രാർത്ഥന അതെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്നതാണ്. അതിനുള്ള താക്കോലാണ് തീർച്ചയായിട്ടും. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, പ്രാർത്ഥനയെ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അപ്പോൾ നാം വെറും പ്രാർത്ഥന എന്ന് പറഞ്ഞ് വെറുതെ മണിക്കൂറുകൾ വെറുതെ ഇരുന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒന്നും ഒരർത്ഥമില്ല. എന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ തീർച്ചയായിട്ടും ആ സ്വർഗത്തിൽ കയറും. അത് ദൈവം നമ്മുടെ നാവിലെ പ്രാർത്ഥനയും നമ്മുടെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദകരമായിരിക്കണമെങ്കിൽ അപ്രകാരമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഹൃദയശുദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥനയായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും പ്രതിഫലം കിട്ടുകയുള്ളൂ. ഇവിടെ നാം കാണുന്നുണ്ട് 3 പ്രാവശ്യമുള്ള പ്രാർത്ഥനയ്ക്കും ഒരു കാഴ്ച സംബന്ധമായ കാര്യങ്ങളാണ്. കണ്ണു തുറക്കണമേ, അന്ധത ബാധിപ്പിക്കണമേ, വീണ്ടും കണ്ണു തുറക്കണമേ, അല്ലേ? അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. ഏത് കാര്യം കണ്ടാലും നാം ഉടനെ നമുക്ക് വേണ്ടാത്ത ഒരു നെഗറ്റീവ് ചിന്താഗതി നമ്മുടെ ഉള്ളിലേക്ക് ആക്കരുത്. നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ അന്ധത ബാധിക്കാതെ ദൈവസന്നിധിയിൽ ആത്മീയ കണ്ണുകളെ തുറന്ന് നമ്മിലുള്ള എല്ലാ കുറവുകളെയും നമ്മൾ ശോധന ചെയ്തറിഞ്ഞ് അത് ദൈവത്തിൽ നിന്ന് നമുക്ക് അതിനുള്ള മാപ്പ് ചോദിച്ച് അംഗീകാരം നേടി എന്നിട്ട് വേണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കതിൽ നിന്നുള്ള പ്രതിഫലം തീർച്ചയായിട്ടും കിട്ടും. 18-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയുമാകുന്നുവെന്ന്. ദാവീദിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നമുക്കറിയാവുന്നതാണ്. ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ പോയപ്പോൾ ഒരു ബാലനായിട്ടാണ് ആ സമയത്ത് കടന്നു ചെല്ലുന്നത്. എന്നാൽ അവിടെയും പറയുന്നത് എന്തുവാ? ഞാൻ ദാവീദിനെ ശപിച്ചുകൊണ്ടും നായി എന്ന് വിളിച്ചുകൊണ്ടും ഒക്കെയും പറയുന്ന ആ സമയത്തും ദാവീദ് പറയില്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ് നിന്നോടടുത്ത് വരുന്നത്, ആ ദൈവത്തിൻ്റെ നാമം എന്നെ രക്ഷിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് അവനെ തോൽപ്പിക്കുവാൻ
ചെന്നത്. അപ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന എന്നല്ലാതെ നമ്മുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെയും വരുമ്പോൾ നമ്മങ്ങ് പതറിപ്പോകാതെ അപ്പോൾ നമ്മുടെ വിശ്വാസം എവിടെ പോയി എന്നോർക്കും. അതുവരെ ഭയങ്കര വിശ്വാസവും നമ്മൾ പറച്ചിലിലും പ്രവൃത്തിയിലും ഒക്കെ നമ്മൾ ഭയങ്കര വിശ്വാസമാണെന്നൊക്കെ പറയും. പക്ഷെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രതികൂലമായ കാര്യങ്ങൾ ബാധിക്കുമ്പോൾ അത് നമ്മളെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റേണ്ടത്. നാം തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭേദഗതി മാറ്റം വരുത്തും ദൈവം. അങ്ങനെയാണല്ലോ ഇയ്യോബിനോട് സംസാരിച്ച പോലെ. ഇയ്യോബ് തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു എന്നപോലെ നാം വിശ്വാസത്തോടെ മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും കൂടി നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള ഒരു ജീവിതം. ഇപ്പോൾ എലീശ തന്നെ തൻ്റെ ബാല്യക്കാരനെ ആ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ കഴിഞ്ഞു. അവനോട് പറഞ്ഞു തന്നെ അവൻ വിശ്വസിച്ചു. അവൻ പ്രാർത്ഥന കേട്ടു. ആ സമയം തന്നെ അവൻ്റെ ആത്മീയ കണ്ണുകളെ തുറക്കുവാനും കഴിഞ്ഞു. നമ്മുടെ പ്രാർത്ഥനയെ അപ്രകാരം അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ സഹായിക്കുന്നതായിരിക്കണം. നമ്മുടെ വിശ്വാസത്തെയും അതോടൊപ്പം വളർത്തുവാനും സഹായിക്കാൻ ഇങ്ങനെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് പുതുക്കി പണിയാം. ഇന്നു മുതൽ നമ്മൾ നല്ലൊരു വിശ്വാസത്തോടു കൂടിയുള്ളൊരു പ്രാർത്ഥന, വിശേഷാൽ കുടുംബ പ്രാർത്ഥന, കുടുംബത്തിലെ അംഗങ്ങളെ ഒന്നിച്ചിരുത്തിയുള്ള പ്രാർത്ഥന, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. കഴിഞ്ഞതിനെയൊക്കെയും വീണ്ടും നമുക്കൊന്ന് പുതുക്കിപ്പടുത് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അനേകരെ ആദായപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ സമർപ്പണ ബോധത്തോടു കൂടി നമുക്ക് ജീവിക്കുവാൻ ശ്രമിക്കാം. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.